1500ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടും നമുക്ക് ജഗതി ശ്രീകുമാറിനെ എന്തുകൊണ്ടും മടുത്തില്ല. കാട്ടിവെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടക്കില്ല. പൊതുവെ കോമഡി ആക്ടേഴ്സിന്റെ ഒരു കരിയർ എടുത്താൽ ഒരു കാലഘട്ടത്തിൽ അവർ തിളങ്ങി നിൽക്കുകയും പിന്നീട് മറ്റൊരു കോമഡി ആക്ടർ അവരെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ജഗതിക്ക് ഇത്രയധികം ലോങ്വിറ്റി കിട്ടാൻ അയാളുടെ വെർസറ്റാലിറ്റി തന്നെയാണ് പ്രധാന കാരണം. പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. ഉദാഹരണത്തിന് CID മൂസയും ബാബ കല്യാണിയും രണ്ടും കോമഡി ഫേവറുള്ള പോലീസ് കഥാപാത്രങ്ങൾ. പക്ഷേ ജഗതി ഈ സിനിമകളുടെ ജോണർ, ഈ കഥാപാത്രത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല പല ഫാക്ടേഴ്സും കണക്കിലെടുത്താണ് നമുക്ക് 2 തരം പെർഫോമൻസുകൾ തന്നത്. ഇതൊരു നോർമൽ കൊമേഡിയൻ ആണെങ്കിൽ നമുക്ക് രണ്ടും ഒരേ തരത്തിലുള്ള അഭിനയമായിരിക്കും ലഭിക്കുക. രണ്ടാമതായി പലതരം കോമഡി ജോണറുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സ്ലാപ്സ്റ്റിക്, സറ്റയർ, പാരഡി കോമഡി, ക്യാരക്ടർ ഡ്രിവൺ കോമഡി, മറ്റുള്ളവരുടെ സ്ട്രോങ് പോയിന്റ് 1-2 കോമഡി ജോണറുകളായി ഒതുങ്ങി. സോ ജഗതി ശ്രീകുമാർ വാസ് നോട്ട് ജസ്റ്റ് എ കൊമേഡിയൻ, he was a damn good actor.